ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ലഞ്ചുമായിട്ടാണ്. കുറച്ച് അച്ചിങ്ങാപ്പയറുണ്ടായിരുന്നു, അതെടുത്ത് ഒടിച്ച് മെഴുക്ക് പുരട്ടാനാണ് പ്ലാന്. കുറച്ച് സവോളയും ഉപ്പും ഇട്ട് അത് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് നമ്മളത് വഴറ്റിയെടുക്കും. അത്രേ ഉള്ളൂ നമ്മുടെ മെഴുക്ക് പുരട്ടി. പയർ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം വേണ്ടി വരില്ല. നമ്മൾ ഓയിലിലോട്ട് ആ പയറിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം ഡ്രൈ ആക്കാറില്ല, ആ പയറിൻ്റെ പച്ചപ്പ് പോകാത്ത പോലെ വഴറ്റിയെടുക്കത്തേ ഉള്ളൂ. ഒത്തിരി മൂപ്പിച്ചെടുക്കാറില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മുരിങ്ങയിലയും കൂടെ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങായും വെളുത്തുള്ളിയും ഉള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി ഇട്ട് കടുക് വറുത്തിട്ട് അതിലോട്ട് മുരിങ്ങയില ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കും. നമ്മൾ വഴറ്റിയെടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ അരച്ചു വെച്ച ചേരുവകയും കൂടെ ചേർത്ത് ഒത്തിരി ചൂടാക്കരുത്, ചെറിയ ചൂടാക്കി എടുക്കുക. ഒത്തിരി ചൂടാക്കി അത് പിരിഞ്ഞു പോവും. അപ്പം ഒരുപാട് ചൂടാക്കാണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇത് അത്യാവശ്യം ചോറിൽ ഒഴിച്ചു കൂട്ടാനായിട്ട് കൂട്ടാൻ പറ്റും നമുക്ക്. കൂടെ നമ്മൾ 2-3 പപ്പടം കാച്ചുന്നുണ്ട്. പപ്പടം ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുരിങ്ങയില കറിയുടെ കൂടെ. പപ്പടം കാച്ചി വെച്ചിട്ട് അപ്പൂന് ചോറും വിളമ്പി കൊടുത്ത്. കുട്ടികൾക്ക് സാധാരണ ഇങ്ങനെ മുരിങ്ങയില അങ്ങനത്തെ വെജിറ്റബിൾസിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ കുറച്ച് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടും. പിന്നെ അച്ചാർ കുറച്ച് നമ്മൾ ചെയ്തത് വീട്ടിലുണ്ടായിരുന്നു, പാവയ്ക്ക അച്ചാറും മാങ്ങ അച്ചാറും. അതും കൂടെ ചേർത്ത് അപ്പൂന് സെർവ് ചെയ്തു. അപ്പോൾ അത് കഴിച്ചിട്ട് കൊള്ളാമെന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.